ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരുപാട് വലുതൊന്നുമല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ വെയിലത്ത് ഇപ്പോൾ നല്ല പൊരി വെയിലാണല്ലോ, നല്ല ചൂടല്ലേ. അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആശ്വാസമായിക്കാരം കേട്ടോ. നമുക്ക് എന്താ പറയുക, ദാഹം വിശപ്പും നമ്മൾ ക്ഷീണമൊക്കെ മാറിക്കിട്ടും. നല്ല അടിപൊളിയായിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു റീഫ്രഷിങ് ആവട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത് എന്നിട്ട്. ഇത് നല്ലൊരു സംഭാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണിക്കണമെന്നേ. നമ്മൾ സംഭാരം ഒഴിക്കുമ്പോൾ മോര് മാത്രമല്ലേ ഇടുള്ളൂ. അപ്പോൾ ഞാനിതാ വലിയൊരു കുക്കുംബർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുക്കുംബർ മതി. ഞാനിവിടെ 2 എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ആളുകളും നമുക്ക് ഒരുപാട് ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കുംബറിൻ്റെ അളവ് കൂട്ടിയെടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന അളവിൽ ഒരു നല്ല വലിയ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് ഡ്രിങ്ക് കിട്ടും കേട്ടോ, സംഭാരം കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് അത്രയും മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കുക്കുംബർ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കിയിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടോ. അപ്പോൾ നമുക്ക് പൊടി അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പുറത്തൊക്കെ വെച്ചിട്ട് വിൽക്കണതല്ലേ ഇത്. അങ്ങനെ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേമാതിരി കുഞ്ഞതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഈ കുക്കുംബർ എങ്ങനെ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ കാണാനൊരു ഭംഗിക്ക് വീഡിയോ എടുക്കല്ലോ, അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ അരിയണമെന്നുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ചറപറ കണ്ടെന്നുണ്ടായിട്ട് 3-4 വെട്ട് വെട്ടിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം ഇങ്ങനെ അരിഞ്ഞെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ എടുക്കുക. ഞാനിതിലേക്ക് ഇപ്പോൾ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈരാണ് ഇട്ടെടുത്തിട്ടുള്ളത്. തൈലെന്നൊക്കെ പറയുന്നത് തൈര് കേട്ടോ. അപ്പോൾ നമുക്ക് മോര് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെടുക്കുക. സംഭാരം ഉണ്ടാക്കലും മോര് കൊണ്ടും കൂടി ഇല്ല. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ചിലവർക്ക് ഒരുപാട് ഇഞ്ചി ഇടുന്നത് ഇഷ്ടമായിക്കാരം, ചിലവർക്ക് നേരൊരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നല്ല എരിവുള്ള 2 മുളകാണ് എടുത്തിട്ടുള്ളത്. മുളകിൻ്റെ അളവും അതേമാതിരി തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇതിലേക്ക് മല്ലിൻ്റെ ഇല പിന്നെ നമ്മൾ ഓപ്ഷനിലാട്ടെ. ചില ആൾക്കാർക്ക് മല്ലിൻ്റെ ഇല ഇഷ്ടമായിക്കാരം, ചിലവർക്ക് മല്ലിൻ്റെ ഇല ഇടുന്നത് ഇഷ്ടാവില്ല. ഇവിടെ മല്ലിൻ്റെ ഇല ഇടുന്നത് ഇഷ്ടമാണ്, എല്ലാവർക്കും മല്ലിൻ്റെ ഇല നല്ല ഇഷ്ടമാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിതാ ഒരു കുറച്ച് 2 തണ്ടോളം മല്ലിൻ്റെ ഇല എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ല തട്ടും തരിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ശേഷം ഒരു കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുക്കുംബർ ഇട്ടതുകൊണ്ട് തന്നെ വെള്ളം ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം അതൊക്കെ അടിച്ചെടുത്ത് വന്നതിന് ശേഷം 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേമാതിരി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് കുടിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ അളവ് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറക്കൊക്കെ ചെയ്യട്ടോ. ഉപ്പിൻ്റെ അളവും നമുക്കനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു പുതിന എന്തെങ്കിലും ഇങ്ങനെ കയ്യേറ്റ് ഇങ്ങനെ ഒന്ന് ഞെരടിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സംഭാരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതൊരു ഗ്ലാസ് കുടിച്ചതിന് എൻ്റെ റബ്ബി എന്തൊരു ആശ്വാസം എന്നറിയാം. നമുക്ക് ഇങ്ങനെ വെയിലത്തൊക്കെ പോയി വരുമ്പോൾ ഇതേമാതിരി ഒരു ഗ്ലാസ് സംഭാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ, നമ്മൾ പോയി വരുമ്പോൾ അതിൻ്റെ അടുത്ത് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അകം പുറം ഒന്നാകെ തണുത്ത് കിട്ടും. അത്രയ്ക്കൊരു റിഫ്രഷിങ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുഞ്ഞു വീഡിയോ അല്ല, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് കരുതണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു വെറൈറ്റി സംഭാരമല്ലേ. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കണില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആരൊക്കെ ഉണ്ടാക്കണുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കൊണ്ടിട്ടോ. അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹത്തോടെ